ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫൊറിയർ ട്രാൻസ്ഫോംസ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഒരു 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ വെച്ചോളൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ അതിന് പകരം ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഈസ് സെൽഫ് റെസിപ്രോക്കൽ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2ന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയുന്നത്. അപ്പോ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത് നോക്കി നോക്കാം. ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് equal to 1 by root 2 pi integral minus infinity to infinity e raised to minus x square by 2 e raised to minus I omega x dx. Okay. ഇനി ഇവിടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഈ ഫംഗ്ഷൻ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റി എഴുതേണ്ട ആവശ്യമുണ്ട്. ഇത് ഒരു ഇയുടെ ഒരു പവർ ആയിട്ട്, സിംഗിൾ പവർ ആയിട്ട് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതും. 1 by root 2 pi integral minus infinity to infinity e raised to minus x square by 2 minus I omega x dx എന്ന് നമ്മൾ മാറ്റി എഴുതി. ഇനി ഇതിനകത്ത് മൈനസ് 1 by 2 ഞാൻ ഔട്ട്സൈഡ് എടുക്കുകയാണ്. 1 by root 2 pi integral minus infinity to infinity e raised to minus 1 by 2 ഞാൻ ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ എന്ന് കിട്ടി എനിക്ക്. ഇവിടെ 2 ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ അഡീഷണൽ ആയിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്ത് വരും. അപ്പൊ 2 I omega x എന്ന് വരും. ഓക്കെ, മൈനസ് 1 by 2 ഔട്ട്സൈഡ് എടുത്തപ്പോ രണ്ട് മൈനസ് ടേമുകളും പോസിറ്റീവ് ആയി മാറും ചെയ്തു. ഇനി ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇതിന്റെ കോഎഫിഷ്യന്റ്, എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കൂ. 2 I omega, അതിന്റെ പകുതി I omega, അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 1 by root 2 pi integral minus infinity to infinity e raised to minus 1 by 2 into x square plus 2 I omega x. ഇനി ആഡ് ചെയ്യേണ്ടത് plus I omega the whole square minus I omega the whole square. Okay, കാരണം ഇവിടെ 2x ന്റെ കോഎഫിഷ്യന്റ് ആണ് 2I omega, അതിന്റെ പകുതിയാണ് I omega, അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, into dx. Okay, then this is equal to 1 by root 2 pi integral minus infinity to infinity e raised to minus 1 by 2 into ആദ്യത്തെ 3 ടേമിനെ നമുക്ക് a plus b whole square എന്ന് എഴുതാം. x plus I omega the whole square minus ഇവിടെ നോക്കാൻ ശ്രദ്ധിക്കുക, മൈനസ് I square omega square. I square എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ ഈ മൈനസും ആ മൈനസും കൂടെ പ്ലസ് ആവും. ഇറ്റ് വിൽ ബി ഒമേഗ സ്ക്വയർ. ബ്രാക്കറ്റില് ഫ്രണ്ടില് മൈനസ് 1 by 2 ഉണ്ട്, ഇത് മറക്കരുത്. ഓക്കെ, നൗ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. റൂട്ട് 2 pi integral minus infinity to infinity e raised to minus x plus I omega the whole square by 2 into ഞാൻ ഈയുടെ പവർ ആയിട്ട് തന്നെ എഴുതുക, സ്പ്ലിറ്റ് ചെയ്തിട്ട് മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 2. കാരണം ഇവിടെ മൈനസ് 1 by 2 ഇൻറ്റു ഒമേഗ സ്ക്വയർ ഉണ്ട്. അപ്പൊ മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 2 വരും. അപ്പൊ ഞാൻ ഈയുടെ 2 പവർ ആയിട്ട് എഴുതി dx. ഇത് എക്സിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒമേഗ വരുന്ന ടേം കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. e raised to minus omega square by 2 divided by root 2 pi integral minus infinity to infinity e raised to minus x plus I omega the whole square by 2 dx. Okay, now we will consider it as a even function. Even function ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ വേണമെങ്കിൽ നമുക്ക് അതിന്റെ മോഡിഫിക്കേഷൻ, ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ കൊടുക്കാം. ഈവൻ ഫംഗ്ഷൻ എഴുതുന്നതിന് മുമ്പ് ഈ എക്സ് പ്ലസ് ഐ ഒമേഗയ്ക്ക് പകരം നമ്മൾ ടി എന്ന് കൊടുത്തു വിചാരിക്കും. ലെറ്റ് ടി ഈക്വൽ ടു എക്സ് പ്ലസ് ഐ ഒമേഗ. ദെൻ വാട്ട് ഇസ് ഡി ടി? ഡി ടി ഈസ് ഡി എക്സ് അല്ലെ. അപ്പോ ഇവിടെ നമുക്ക് മൈനസ് ടി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടുമല്ലോ, കിട്ടില്ലേ? ലിമിറ്റുകൾ നോക്കുക. എക്സ് ഇൻഫിനിറ്റി ആണെങ്കിൽ ടിയും ഇൻഫിനിറ്റി ആണ്, എക്സ് മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ടിയും മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ ഇന്റഗ്രലിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു e raised to minus omega square by 2 divided by root 2 pi into
integral minus infinity to infinity e raised to minus t square by 2 into dt. ഇങ്ങനെ മാറ്റി എഴുതാനായിട്ട് പറ്റും ഇതിനെ. ഇനി ആ t square by 2 നെ ഒരു സ്ക്വയർ ആക്കി മാറ്റാം. that is omega square by 2 divided by root 2 pi integral minus infinity to infinity e raised to minus t by root 2 the whole square. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. നോക്ക്, t square by 2 എന്നുള്ളതിന് പകരം t by root 2 the whole square എന്ന് എഴുതാം. Now we will take another substitution. We will take z equal to t by root 2. The substitution എടുത്തു വിചാരിക്കുക. Then what is dz? dz is dt by root 2. ആ root 2 നെ നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. And t ഇൻഫിനിറ്റി ആകുമ്പോൾ z ഇൻഫിനിറ്റി ആണ്, t മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ z മൈനസ് ഇൻഫിനിറ്റി. അപ്പൊ ലിമിറ്റിൽ മാറ്റങ്ങളൊന്നുമില്ല. This is e raised to minus omega square by 2 divided by root 2 pi integral minus infinity to infinity e raised to minus z square dz into dz ന്റെ കൂടെ എന്ത് കൂടെ ഉണ്ടാവും, ഒരു root 2 കൂടെ ഉണ്ടാവും. We'll try write root 2 here. Okay, now it is e raised to minus z square dz. E raised to minus z square ആണ്. It's an even function. We'll consider it as an even function and therefore we'll take it as 2 times 0 to infinity. Therefore it is ഈ root 2 കൂടെ ക്യാൻസൽ ചെയ്യും. പിന്നെ ഇവിടെ root pi മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ 2 ടൈംസ് എഴുതുന്ന ഒരു 2 ഉണ്ടാവും. 2 e raised to minus omega square by 2 divided by root pi integral 0 to infinity e raised to minus z square dz. Okay, e raised to minus z square dz. ഈ വാല്യൂ, ഈ ഒരു ഇന്റഗ്രൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്തായിരുന്നു ഇന്റഗ്രൽ? ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇന്റഗ്രൽ 0 to infinity e raised to minus x square dx എന്ന് പറയുന്നത് root pi by 2 ആണ് അല്ലെ. അപ്പൊ അതിന് പകരം നമുക്ക് root pi by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് now this is equal to 2 e raised to minus omega square by 2 divided by root pi into ഈ ഇന്റഗ്രലിന്റെ വാല്യൂ ആണ് root pi by 2. now with this cancel root pi 2 cancel ചെയ്ത് വരുമ്പോൾ e raised to minus omega square by 2. നമ്മുടെ Fourier transform of e raised to minus x square by 2 എന്താണ്? e raised to minus omega square by 2 ആണ്. therefore they are self reciprocals. Fourier transform of e raised to minus x square by 2 is the self reciprocal of itself. means self reciprocal ആണെന്നാണ് നമ്മൾ പറയാ. Fourier transform of e raised to minus x square by 2 എന്ന് പറയുന്നത് എന്താണ്? e raised to minus omega square by 2 ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിച്ചോളൂ. ഫൈൻഡ് ദ Fourier transform of f of x equal to a square minus x square mod x less than or equal to a and 0 if mod x greater than a, and hence deduce that integral 0 to infinity sin t minus t cos t by t cube dt equal to pi by 4. Okay, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതിന്റെ ഇതേ കാറ്റഗറിയിൽ മറ്റൊരു ക്വസ്റ്റൻ കൂടെ ഉണ്ട്, അതും നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കുക. അതിന് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇത് എക്സ് സ്ക്വയർ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരുന്ന ക്വസ്റ്റൻ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇവിടെ എഫ് ഓഫ് മൈനസ് എക്സ് കൊടുത്താലും നിങ്ങൾക്ക് എ സ്ക്വയർ മൈനസ് മൈനസ് എക്സ് സ്ക്വയർ that is equal to a square minus x square എന്ന് തന്നെ കിട്ടാം. it will be f of x itself. therefore it's a even function. എന്ത് ഫംഗ്ഷൻ ആണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. സ്ക്വയർ വരുന്ന ഫംഗ്ഷൻ ഒക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സൗകര്യം ഉണ്ട്, അത് നമുക്ക് നോക്കാം. Fourier transform കണ്ടുപിടിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, that is equation നോക്കുക. Fourier transform of f of x is equal to 1 by root 2 pi integral minus infinity to infinity f of x into e raised to minus I omega x dx. Okay, then e raised to minus I omega x എന്ന് പറയുന്ന ഫംഗ്ഷൻ Euler's rule യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? cos omega x minus I sin omega x എന്ന് എഴുതാം. കോംപ്ലക്സ് റൂൾ ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. e raised to I theta എന്ന് പറയുന്നത് cos theta plus I sin theta. ആ ഇക്വേഷൻ ആണിത്. ഇവിടെ നടുക്ക് മൈനസ് വരുമ്പോ ഇതിന്റെ പവർ മൈനസ് ആയിരിക്കും, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് cos ഒമേഗ എക്സും ഇത് sin ഒമേഗ എക്സും ആണ്. നമുക്ക് ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് മാറ്റി എഴുതാം. 1 by root 2 pi integral minus infinity to infinity a square minus x square into e raised to minus I omega x ന് പകരം cos omega x minus I sin omega x dx എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇനി ഇത് ഈവൻ ഫംഗ്ഷനും ഇത് ഓഡ് ഫംഗ്ഷനും ആണ്. ഇത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞു. ഇത് ഈവൻ, ഇത് ഓഡ്, ഇത് ഈവൻ. ഓക്കെ,
ഇനി even into even, it will be an even function. Even into odd, it will be a odd function. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എപ്പോഴും എന്തായിരിക്കും? മൈനസ് എ ടു പ്ലസ് എ ഇന്റഗ്രൽ മൈനസ് എ ടു പ്ലസ് എ f of x dx always will be 0 if f of x is even എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേം കംപ്ലീറ്റ് ആയിട്ട് എന്തായി പോകും? 0 ആയി പോകും. പിന്നെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അതാണ് നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. We'll write it as 2 times root 2 pi integral 0 to infinity a square minus x square into cos omega x dx എന്ന് നമ്മൾ എഴുതും. ഇത് 2 ടൈംസ് എഴുതാനുള്ള കാരണം നമ്മൾ പറഞ്ഞു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റിനെ നമ്മൾ 2 ടൈംസ് 0 ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം ഇഫ് അതിന്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ. ഇപ്പൊ ഈവൻ ഫംഗ്ഷൻ ആവുമ്പോൾ ഇത് മാത്രമാണ് ഈവൻ ആവുന്നത്. ഇത് ഈവൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ ആയിട്ട് മാറും. അപ്പൊ അത് 0 ആയി പോകും. ആ ഒരു പാർട്ട് ഉണ്ടാവില്ല. ഇനി ഇതാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ എഴുതിയതിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി അല്ല നമ്മൾ എഴുതേണ്ടത്. ഏത് മുതൽ ഏത് വരെ എഴുതേണ്ടത്? മൈനസ് എ ടു പ്ലസ് എ ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഞാനതൊന്ന് കറക്റ്റ് ചെയ്യാണ്. നിങ്ങളൊന്ന് നോക്കി എഴുതിക്കോളൂ. മൈനസ് എ ടു പ്ലസ് എ കറക്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ടോട്ടൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ആണ്. പക്ഷെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളത് മൈനസ് എ ടു പ്ലസ് എ. അപ്പൊ മൈനസ് എ ടു പ്ലസ് എ ആണ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. അതിനെ നമുക്ക് 0 ടു എ എന്ന് എഴുതാം. 2 ടൈംസ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇനി ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ റൂട്ട് 2 ബൈ പൈ എന്ന് വരും. ഇന്റഗ്രേറ്റ് ചെയ്യാം ഓരോന്നായിട്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു cos omega x in integral sin omega x by omega minus a square minus x square in the derivative using with respect to x minus 2x into ഈ ബ്രാക്കറ്റിൽ കാണുന്ന ഫംഗ്ഷന്റെ ഇന്റഗ്രൽ മൈനസ് cos omega x by omega square again minus 2x in integral plus minus 2x in integral derivative minus 2 into ഈ ബ്രാക്കറ്റിൽ കാണുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് minus sin omega x by omega cube. ഓക്കെ, 0 ടു a ലിമിറ്റുകൾ നമ്മൾ കൊടുക്കണം. ഇനി അപ്പൊ ലിമിറ്റ് കൊടുക്കാം. നോക്കുക നിങ്ങൾ. ഇന്റഗ്രൽ റൂട്ട് 2 ബൈ പൈ ലിമിറ്റ് കൊടുക്കുന്നത് ആദ്യം a ആണ് കൊടുക്കേണ്ടത്. അപ്പൊ a കൊടുക്കുമ്പോൾ a സ്ക്വയർ മൈനസ് a സ്ക്വയർ ഈ ടേം 0 ആയി പോകും. പിന്നെ ഈ ടേം ഉണ്ടാവും മൈനസ് 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 2a cos ഒമേഗ a ഉണ്ടാവും ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ പ്ലസ് 2 sin ഒമേഗ എ ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ലിമിറ്റ് കൊടുത്താൽ എത്രയാണ് ഉണ്ടാവും? ഇനി ലോവർ ലിമിറ്റ് 0 ആണ് കൊടുക്കേണ്ടത്. ഇവിടെ സൈൻ 0 ആയി പോകും. അപ്പൊ ഈ ടേം മൊത്തം 0 വരും. ഇവിടെ എക്സിന് 0 ഉണ്ട്. അപ്പൊ ഇത് കംപ്ലീറ്റ് 0 ആയി പോകും. അഗൈൻ സൈൻ 0 ആണ്. ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആയി പോകും. ലോവർ ലിമിറ്റ് ഉണ്ടാവില്ല. അപ്പൊ ലിമിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ഇതൊന്നൊരു 2 കൂടെ ഔട്ട് സൈഡ് എടുക്കാം. നമുക്ക് 2 ഇൻറ്റു റൂട്ട് 2 ബൈ റൂട്ട് പൈ ഇന്റഗ്രൽ ഈ മൈനസ് ടേം ഞാൻ പ്ലസ് ടേം ആദ്യം എഴുതാണ്. സൈൻ ഒമേഗ എ ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ് മൈനസ് എ കോസ് ഒമേഗ എ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. ഇനി കോമൺ ഡിനോമിനേറ്റർ ഒമേഗ ക്യൂബ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഒമേഗ മൾട്ടിപ്ലൈ ചെയ്യുന്ന മുകളിലും താഴെയും. അപ്പൊ ഇറ്റ് വിൽ ബി 2 റൂട്ട് പൈ സൈൻ ഒമേഗ എ മൈനസ് എ ഒമേഗ കോസ് ഒമേഗ എ ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ് എന്ന് വന്നു. ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ റിക്വയർഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇതിൽ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എ ആണ് നമുക്കറിയാം. ഇനി നമ്മളോട് ഒരു ഇന്റഗ്രൽ പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതിൽ കൂടെ ഇന്റഗ്രൽ പ്രൂവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഇക്വേഷൻ ആയിരിക്കും എടുക്കേണ്ടത്? ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ ആയിരിക്കും എടുക്കേണ്ടത്. ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം നോക്കാം. ഇക്വേഷൻ എന്തായിരുന്നു? ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി ഒമേഗ. അല്ലെ, ഇങ്ങനെയാണ് നമ്മൾ ഫൊറിയർ ഇൻവേഴ്സ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 പൈ എഫ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞപ്പോൾ ഈ കണ്ടുപിടിച്ചേക്കുന്ന വാല്യൂ ആണ്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഒമേഗയുടെ വാല്യൂ 2 റൂട്ട് 2 ബൈ റൂട്ട് പൈ സൈൻ ഒമേഗ എ മൈനസ് എ ഒമേഗ കോസ് എ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, ഇതാണ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയാനുണ്ടാവും.
ഇവിടുത്തെ √2 ഇവിടുത്തെ √2 പോവും. ഇവിടെ √π into √π പൈ ആയിട്ടുണ്ടാവും. Therefore it becomes f of x equal to 2 by pi integral minus infinity to infinity sin omega a minus omega a cos omega a divided by omega cube e raised to I omega x d omega ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന ഇന്റഗ്രലിനകത്ത് ഇ റേസ് ടു ഐ ഒമേഗ എക്സിന്റെ ഒരു ടേം ഇല്ല. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്ന സൈൻ ടി മൈനസ് ടി കോസ് ടി ബൈ ടി ക്യൂബ് ഡി ടി 0 to infinity ആയിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായത്. π/4 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അതിനകത്തൊരു ഇ റേസ് ടു ടിയുടെ ടേം ഇല്ല. പിന്നെ എ എന്ന് പറയുന്ന ടേം ഇല്ല. ഒമേഗ എന്ന് പറയുന്ന ടേം എന്താണ്? ടി ആണ്. ഓക്കെ, അപ്പൊ എ എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ഇവിടെ 1 കൊടുക്കാം. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന വാല്യൂവിന് എന്തും കൊടുക്കാം, 0യും കൊടുക്കാം. കൊടുത്തു നോക്കാം നിങ്ങൾ. ഈ ഇന്റഗ്രൽ നമ്മൾ ഇങ്ങനെ എഴുതാം, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ എ മൈനസ് ഒമേഗ എ കോസ് ഒമേഗ എ ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ് e raised to I omega x d omega is equal to ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ π/2 into f of x എന്നാണല്ലോ നമുക്ക് കിട്ടാം. അപ്പൊ നമ്മൾ ഇനി എടുക്കേണ്ടത് a equal to 1 കൊടുക്കുക, x equal to 0യും കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത് നോക്കി നോക്കൂ നിങ്ങള്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ മൈനസ് ഒമേഗ ഇൻറ്റു എ 1 ആണ്. അപ്പൊ ഒമേഗ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. കോസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ് ഇ റേസ് ടു 0 അല്ലെ. എക്സിന് 0 കൊടുത്തേക്കണം. അപ്പൊ ഇ റേസ് ടു 0 പറഞ്ഞാൽ 1 വരിക. ഡി ഒമേഗ ദിസ് ഇസ് ഈക്വൽ ടു π/2 ഇൻറ്റു എഫ് ഓഫ് 0. എക്സിന് നിങ്ങൾ 0 ആണ് കൊടുത്തിട്ടുള്ളത്, എക്ക് 1 കൊടുത്തിട്ടുണ്ട്. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായിരുന്നു നോക്കി നോക്കൂ നിങ്ങൾ. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയിരുന്നു. ഇവിടെ എക്ക് 1 കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പൊ 1 സ്ക്വയർ മൈനസ് എക്സിന് 0യും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എഫ് ഓഫ് 0 പറഞ്ഞാൽ എന്തായിരിക്കും വരിക, 1 ആയിരിക്കും വരിക അല്ലെ. അപ്പൊ ഇവിടെ π/2 എന്നാണ് കിട്ടുക. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു ഫംഗ്ഷൻ നോക്കൂ നിങ്ങൾ. സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ് മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. ഇവിടെ ഒരു ഒമേഗ കട്ട് ചെയ്ത് കളയും നമ്മൾ. ഇങ്ങനെ എഴുതും നമ്മൾ തന്നെ. സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ് മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ എന്ന് എഴുതും. ഓക്കെ, കാരണം ഇവിടെ ഒരു ഒമേഗ കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഇത് ഓഡ് ഫംഗ്ഷൻ ആണ്, ഇതും ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ഇത് ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആയിട്ട് മാറും. ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്, ഇതും ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ഇത് ഈവൻ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആയിട്ട് മാറും. Therefore it will be an even function. ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി നമുക്ക് 2 ടൈംസ് ഇങ്ങനെ എഴുതാം. 0 to infinity സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ് ഡി ഒമേഗ ഈക്വൽ ടു π/2 എന്ന് വരും. ഈ 2 കൂടെ ഡിവൈഡ് ചെയ്താൽ ഇറ്റ് ബിക്കംസ് π/4 അല്ലെ. Therefore final answer will be integral 0 to infinity. ഇനി ഒമേഗ കാണുന്നിടത്തൊക്കെ ടി കൊടുത്തോളൂ. sin t minus t cos t divided by t cube dt is equal to π/4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ സെയിം ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവാലുവേഷനിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കാൻ നിങ്ങൾ. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f of x equal to 1 minus x square mod x less than 1 and 0 if mod x greater than 1. ഇവിടെ a minus x square minus x square ആയിരുന്നു. അതിന് പകരം എക്ക് പകരം 1 കൊടുത്തിട്ടുണ്ട് മാത്രം. And hence evaluate integral 0 to infinity x cos omega minus sin x cos x minus sin x by x cube into cos x by 2 dx. അഡീഷണൽ ആയിട്ട് cos x by 2 കൂടെ വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫംഗ്ഷൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോറിയർ ട്രാൻസ്ഫോം എഴുതി തുടങ്ങാം. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f of x equal to 1 by √2π integral minus infinity to infinity f of x into e raised to minus I omega x dx. This is equal to 1 by √2π integral minus 1 to plus 1. Okay, നേരത്തെ നമ്മൾ എഴുതിയ മൈനസ് a to plus a പോലെ ഇവിടെ മൈനസ് 1 to plus 1 minus x square into cos omega x minus I sin omega x dx. Okay, ഇങ്ങനെ ഞാൻ എഴുതുന്നു ഇവിടെ. ഇനി അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഈവൻ ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ. 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ -1 to 1 നമുക്ക് 2 ടൈംസ് ആക്കി എഴുതുമ്പോൾ ഈവൻ ഇൻറ്റു ഈവൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇത് രണ്ടും മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ഇത് 0 ആയി പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതാൻ നമുക്ക് 2 by √2π
ഇന്റഗ്രൽ 0 to 1 minus x square into cos omega x d omega എന്ന് എഴുതാം. സോറി dx എന്ന് എഴുതാം. ഓക്കെ, ഈ ടേം 0 ആയി പോയി. ഇവിടെ 2 times അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. 2 by root 2 pi ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 minus x square ഫസ്റ്റ് ഫംഗ്ഷൻ cos omega x ഇന്റഗ്രൽ sin omega x by omega minus 1 minus x square ഡെറിവേറ്റീവ് minus 2x into minus cos omega sin omega x ഇന്റഗ്രൽ ആണ് cos omega x divided by omega square. ഇത് omega ആണ്, omega square plus minus 2 into minus sin omega x divided by omega cube from 0 to 1. Okay, then again നമ്മൾ upper limit മാത്രം കൊടുത്താൽ മതിയായിരിക്കും. നേരത്തെ ചെയ്ത പോലെ തന്നെ upper limit കൊടുക്കുക. This is equal to 2 by root 2 pi. upper ലിമിറ്റിൽ 1 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയി പോകും അല്ലെ. 1 minus 1 0 വരും. ഇവിടെ വാല്യൂ ഉണ്ടാവും minus 2 into cos omega by omega square, കാരണം x 1 ആണ്. പിന്നെ ഇവിടെ വരുമ്പോ അത് പ്ലസ് 2 sin omega by omega cube എന്നും കിട്ടും. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ sin 0 0 ആയി പോകും. ഇവിടെ 0 ഉണ്ട് 0 ആയി പോകും. അഗൈൻ sin 0 0 വരും. ലോവർ ലിമിറ്റിൽ വാല്യൂ ഉണ്ടാവില്ല. ഇത്രയാണ് വാല്യൂ ഉണ്ടാവുക. അഗൈൻ ആ 2 നമുക്ക് ഔട്ട് സൈഡ് എടുത്താൽ 4 by root 2 pi. ഓക്കെ, ഇവിടെ മൈനസ് ഉണ്ടായിരുന്നു അല്ലെ. ഇതിന് ഫ്രണ്ടിൽ മൈനസ് ഉണ്ടാവേ. അപ്പോ പോസിറ്റീവ് ടേം ഞാൻ ആദ്യം എഴുതുക. സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ്. ഇവിടെ ഒമേഗ സ്ക്വയർ ഉള്ള ഒരു ഒമേഗ കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്താണ് ഒമേഗ ക്യൂബ് വരാനായിട്ട്. നൗ ദിസ് ഇസ് ഈക്വൽ ടു 2 root 2 by root pi. ഒരു root 2 കട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. വേറെ സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല. സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് ആണ് നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ. ഇനി ഇതിന്റെ കൂടെ ഒരു ഇന്റഗ്രൽ പ്രൂവ് ചെയ്യാനുണ്ട്. ഇത് 1000 ആൻസർ ആയി. ഇന്റഗ്രൽ പ്രൂവ് ചെയ്യാനുള്ളതുകൊണ്ട് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കാം. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം f of x equal to 1 by root 2 pi integral minus infinity to infinity f of omega e raised to I omega x d omega. Okay, that is f of x equal to 1 by root 2 pi integral minus infinity to infinity. ഞാൻ ഇത് എടുക്കുന്നില്ല, ഇത് എടുക്കുന്നു. ഓക്കെ, ഈ സിംപ്ലിഫൈ ചെയ്ത് ഞാൻ എടുക്കുന്നില്ല. എന്തെടുക്കാം നമുക്ക് 4 by root 2 pi sin omega minus omega cos omega divided by omega cube into ഇവിടെ e raised to I omega, അതിനെ നമ്മൾക്ക് എന്തെഴുതാം cos omega x plus I sin omega x d omega എന്ന് എഴുതാം. again നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ sin omega by omega cube, ഈ odd by odd even. ഇവിടെ cos omega by omega square even by even. അപ്പൊ ഈ ഒരു ടേം ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത് മാത്രമേ ഇവിടെ വാല്യൂ ഉണ്ടാവുള്ളൂ. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഇതിന്റെ വാല്യൂ ഇവിടെ 0 ആയിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ടൈംസ് നമുക്ക് എഴുതാം. ഇങ്ങനെ കിട്ടും നമുക്ക്. ദിസ് ഇസ് ഈക്വൽ ടു ഇത് റൂട്ട് 2 ബൈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 പൈ വരും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4 by 2 pi integral 2 times integral 0 to infinity. Okay, sin omega minus omega cos omega divided by omega cube into cos omega x d omega എന്നാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ 2 കട്ട് ചെയ്ത് കളയാൻ നമുക്ക് 4 by pi integral 0 to infinity sin omega minus omega cos omega by omega cube cos omega x d omega എന്ന് വരും. ദിസ് ഇസ് നമുക്ക് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പൊ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പൈ ബൈ 4 ആവൂലേ. ദിസ് ഇസ് ഈക്വൽ ടു പൈ ബൈ 4 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് വരും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതില് എക്സ് ഇല്ല. എക്സിന് പകരം ഇവിടെ ഒമേഗ ബൈ 2 ആണ് അല്ലെ. എക്സ് ബൈ 2 ആണ് വന്നത്. അപ്പൊ ഒമേഗ ബൈ 2 വരാൻ വേണ്ടിട്ട് ഇവിടെ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? എക്സ് ഈക്വൽ ടു 1 by 2 കൊടുക്കണം. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു 1 by 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കി നോക്കൂ. ഇന്റഗ്രൽ 0 to infinity sin omega minus omega cos omega divided by omega cube cos omega by 2 d omega equal to pi by 4 into f of 1 by 2. ഇനി എന്താണ് f of 1 by 2 നോക്കുക. f of x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1 minus x square ആയിരുന്നു. ഇവിടെ 1 by 2 ആണ് x ന് കൊടുക്കണമെങ്കിൽ 1 minus 1 by 4 അല്ലേ വരിക. ഇറ്റ് ഇസ്
3/4 എന്ന് കിട്ടും. Therefore this is equal to pi/4 into 3/4 എന്ന് വരും. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ ഒമേഗ കോസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗയാണ്. അപ്പൊ ഇതിനകത്ത് ഒരു മൈനസ് നമ്മൾ ഔട്ട്സൈഡ് എടുക്കാം. മൈനസ് ഔട്ട്സൈഡ് എടുത്താൽ ഇങ്ങനെ വരും. മൈനസ് ഇന്റഗ്രൽ 0 to infinity ഒമേഗ കോസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ് കോസ് ഒമേഗ ബൈ 2 ഡി ഒമേഗ ഈക്വൽ ടു ഇവിടെ 3π/16 എന്ന് വരും. ആ മൈനസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് minus 3π/16. Therefore, the final answer is integral 0 to infinity. ഇനി ഞാൻ ഒമേഗയ്ക്ക് പകരം x കൊടുക്കുകയാണ്. x cos x minus sin x divided by x cube cos x by 2 dx equal to minus 3π/16. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫൊറിയർ ട്രാൻസ്ഫോമിലെ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്ത് പഠിച്ചിരിക്കേണ്ട 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.